അതായത് തെരഞ്ഞെടുപ്പിന് മുമ്പ്, അതായത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് FCRA ബന്ധപ്പെട്ട് വന്ന ബിഷപ്പുമാർക്കെതിരെ താങ്കൾ രൂക്ഷ വിമർശനം ഉന്നയിച്ചിരുന്നു. അത് തിരിഞ്ഞ് എഫക്ട് ചെയ്തതാണോ ഈ തെരഞ്ഞെടുപ്പിൽ? രണ്ട് കുന്തം ഈ ഒരു വേണ്ട ചോദ്യം ചോദിക്കാടി ഒരു പത്രക്കാരൻ. ഞാൻ ജയിക്കുന്നതിന് എങ്ങനെ? ഞാൻ ജയിക്കും, സംശയമൊന്നും വേണ്ട. പണം കൊടുത്തു തരത്തിലുള്ള ദൃശ്യങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. അത് പണമുള്ളവരല്ലേ കൊടുക്കുന്നത്, ഇല്ലാത്തവർ കൊടുക്കാൻ പറ്റുമല്ലോ. ഈരാറ്റുപേട്ടൊന്നും പണം കൊടുത്തില്ല. ഈരാറ്റുപേട്ട ആരും പണം കൊടുക്കല. ഈരാറ്റുപേട്ട പണം കൊടുത്തിട്ടില്ല എന്ന് മാത്രമല്ല, പണം കൊടുക്കാൻ ഞാൻ ആരും ചുമതലപ്പെടുത്തിയിട്ടില്ല. ആരാ പേരനെ എനിക്കറിയില്ല. അയാളെ അത് ഷാജിയോ? ഷാജി ആ വൃത്തികേടിന് പോകാൻ സാധ്യതയില്ലല്ലോ. പോടാന്ന് പറയാം, ചുമ്മാ കള്ളത്തരം. അല്ലാതെ ഈ ഛത്തീസ്ഗഡ് വിഷയങ്ങളൊക്കെ ഉണ്ടായപ്പോൾ വലിയ ആശങ്കയുണ്ടായിരുന്നു. അതിനുശേഷം ഈ ക്രിസ്മസിനും ഈസ്റ്ററിനും ഒക്കെ വലിയ ബന്ധമുണ്ടാക്കാൻ BJP നേതൃത്വം ശ്രമിക്കുന്ന ഒരു കാഴ്ച, സഭയുമായിട്ട് അടുക്കാൻ ശ്രമിക്കുന്ന ഒരു കാഴ്ച കണ്ടു. എന്താണ് ഈ തുടർന്ന് ഞങ്ങളുടെ ലക്ഷ്യം എന്താന്ന് ചോദിച്ചാൽ, എല്ലാ മതവിഭാഗങ്ങളെയും മാന്യമായി കൊണ്ടു നടക്കണമെന്നാണ് BJPയുടെ ലക്ഷ്യം. എത്ര ശ്രമിച്ചാലും അത് BJPയെ കുറ്റപ്പെടുത്തണം നിർബന്ധ ബുദ്ധിയുള്ളവരെ അങ്ങനെ ഞങ്ങൾ കൈകാര്യം ചെയ്യും. മനസ്സിലായി? മെത്രാന്മാർ അങ്ങനെ ആഗ്രഹിച്ചാൽ ജനം കിട്ടണ്ടേ? എല്ലാ മെത്രാന്മാരും ഇല്ലല്ലോ, കുറച്ച് മെത്രാന്മാരല്ലേ ഈ പണി കൊണ്ടിറങ്ങി. സഭ BJPയുടെ അടുക്കണം നിർബന്ധമില്ലെന്നീ. സഭ അടുക്കണ്ട, ജനം അടുക്കണം, അല്ല സഭ അടുക്കണ്ട. സഭ വേറെ, ജനം ക്രിസ്ത്യാനി വോട്ട് കിട്ടാതെ ഞാനെങ്ങനെ ജയിക്കുന്നത് ഇവിടെ? ഇനി FCRA ബില്ല് വരികയാണ്, പാർലമെന്റിൽ എന്തായാലും വരും എന്നുള്ള ഒരു കാര്യം സംശയമാണ്. ഇവരുടെ ആശങ്ക അതേപോലെ തന്നെ നിൽക്കുകയാണ്. ആശങ്കയും കൊണ്ട് അവർ വീട്ടിൽ പോയി ഇരുന്നോണ്ടാ മതി. ആശങ്കയായിട്ടിരുന്നോട്ടെ. ബില്ല് വരും. സംശയം എന്താ? ഇവിടെ വിദേശത്ത് വരുന്ന പണത്തിന്റെ കണക്ക് കൊടുക്കണമെന്ന് ഞാൻ ഇത്ര വിഷമം. അപ്പൊ മോട്ടിക്കാവുന്നല്ലേ ഇതിനർത്ഥം? ഇതിന് ആശങ്ക സഭയ്ക്കുണ്ടെന്ന് പറഞ്ഞാൽ സഭ തെറ്റ് ചെയ്യുന്നല്ലേ അർത്ഥം? എനിക്ക് അപമാനം തോന്നുക. കേന്ദ്രത്തിലെ ഗവൺമെന്റ് കൊണ്ടുവരുന്ന നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത്, വിദേശത്തുനിന്ന് വരുന്ന പണം അതെന്തിനു വേണ്ടി ചെലവഴിക്കുന്നു അതിന് കണക്ക് കൊടുക്കണം, അത്രേ ഉള്ളൂ. കത്തോലിക്ക സഭ ആശങ്ക പറഞ്ഞപ്പോൾ അവരെ വിളിച്ച് സംസാരിച്ച്, മെത്രാന്മാരോട് സംസാരിച്ച് അവർ പറഞ്ഞു, നിങ്ങൾ കണക്കിങ് എന്ന് വെച്ചാൽ മതി, ഞങ്ങൾ അപ്രൂവ് ചെയ്തോളാം. അതിനെ കണക്ക് കൊടുക്കാൻ എത്ര മടി? എനിക്ക് മനസ്സിലായില്ല. എന്റെ പൊന്നുമാനെ, നിന്നെ പോലെ മടയാണല്ലോ നീ. ഒരു ഏത് പത്രമാണ്? അങ്ങനെ വരും ഊളത്രം പറയും. അതൊന്നും ഞാൻ എന്റെ അടുത്ത് വേണ്ട. അങ്ങനെ നീ കണക്കാക്കിക്കോ, ഞാൻ സമ്മതിച്ചിരിക്കുന്നു. പ്രശ്നം തീർന്നല്ലോ. 4-ാം തീയതി കാണണം ആ മോന്ത, അത്ര കൊടുക്കും. 20,000 വോട്ടിന് ഭൂരിപക്ഷം ജയിക്കും, സംശയമുണ്ടോ? ഇനിയിപ്പോ ഏതെങ്കിലും ഘട്ടത്തിൽ ഇവരുടെ ഈ ആശങ്കയുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ചർച്ചകൾ, ഇപ്പൊ ബിഷപ്പുമാർ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും BJPയുടെ നിലപാട്? ഈ മെത്രാന്മാർ ഇങ്ങനെ മൂളത്തരം കൊണ്ട് നടക്കാൻ പാടില്ല. അത് ശരിയല്ല, ആ നടപടി തെറ്റാണ്. ഏത് പ്രശ്നങ്ങളും പരിഹാരം ഉണ്ടാക്കുന്ന അമിത്ഷാ പറഞ്ഞു, റിജ്ജു പറഞ്ഞു, പ്രധാനമന്ത്രി പറഞ്ഞു. എന്നിട്ടും പോരെ, പിന്നെ ആരാ പിന്നെ മെത്രാന്മാരുടെ കാരണന്മാരും ഒന്ന് പറയണം. നീ മനസ്സിലായില്ല? ബില്ല് വരും, ബില്ല് വരും. സഭയ്ക്ക് വേണ്ടെന്നോ? ഞങ്ങളെ വേണ്ടാത്തതിന് ഞങ്ങൾക്ക് വേണ്ട സംശയം വല്ലതും ഉണ്ടോ? തീർച്ചയായിട്ടും. അവരെന്നാ കുന്തം പണിയാനാ? എന്നാ പണിയാനാ? ഇവിടെ പണിതിട്ട് എന്നാ കിട്ടി? ഇവിടെ സിസ്റ്റേഴ്സിന് വരെ വിളിച്ച് പറഞ്ഞല്ലോ വോട്ട് ചെയ്യുന്നു, ചെയ്തോ? ആ പറഞ്ഞ സിസ്റ്റേഴ്സല്ലേ എന്നോട് പറഞ്ഞ് ഇങ്ങനെ വിളിച്ചെന്ന് പറഞ്ഞെന്ന്. അവരെല്ലാം നമുക്ക് വോട്ട് ചെയ്തു. പണ്ടായിരുന്നു ഈ മെത്രാനും കുത്രാനും ഒക്കെ പറയുന്ന വെച്ച് മനുഷ്യ വോട്ട് ചെയ്യുന്നത്. ഇപ്പൊ ആരും കിട്ടുകയില്ല. മുസ്ലിം ന്യൂനപക്ഷം അതിനെപ്പറ്റി പറഞ്ഞാൽ ഈരാറ്റുപേട്ട ആക്കിയവനാണ് ഞാൻ. ആ നന്ദിയില്ലാതെ എന്നോട് പെരുമാറുന്നത് ശരിയാണെന്ന് ഈരാറ്റുപേട്ട മുസ്ലിങ്ങൾ ചർച്ച ചെയ്യട്ടെ. ഞാൻ അതിനെപ്പറ്റി അഭിപ്രായം പറയുന്നു. അവർ ചർച്ച ചെയ്യട്ടെ.